മാറി. കഥകളിയിൽ ആദ്യം ചേരുമ്പോഴത്തെ ആദ്യത്തെ ഒരു ശുഭമായ കർമ്മം കച്ചി എണ്ണി തരില്ലാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. അത് പത്മനാഭൻ നാരായണൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ കഥകളിക്കുള്ള ആദ്യമായ കച്ച കെട്ടാനുള്ള കച്ചി എണ്ണി വാങ്ങിക്കുന്നത്. പിന്നെ ഗോപിയാശാൻ്റെ കീഴിലാണ് 4 വർഷം കുട്ടിത്തരം, ഇടത്തരം, ആദ്യാവസാനം 1-2 വേഷങ്ങൾ വളരെ നിഷ്കർഷയായിട്ട് പഠിച്ചതും ആശാൻ എന്നെ അഭ്യസിപ്പിച്ചതും. അത് കഴിഞ്ഞ് 2 കൊല്ലം രാമൻകുട്ടി നാരായണൻ്റെ കീഴിൽ അഭ്യസിച്ചു. കണ്ണിങ്ങനെ നല്ലോണം മിഴിച്ച് പിടിച്ച് അങ്ങനെ വട്ടത്തിൽ അകലേക്ക് നോക്കി അങ്ങനെ നല്ലോണം ചിരിക്കൂ. പല്ല് പുറത്ത് കാണരുത്. ചുമലിലൊന്നും വായു കൊടുക്കാണ്ട് ചിരിച്ച് തടം നല്ലോണം വിറപ്പിക്കൂ. അന്ന് വിദ്യാർത്ഥിയായിട്ട് ഞാൻ പഠിപ്പിച്ച എൻ്റെ കൂടെ തന്നെ അനവധി പ്രാവശ്യം കൂട്ടുവേഷങ്ങൾ കെട്ടി. ആ കൂട്ടുവേഷങ്ങൾ ഒന്നിച്ച് സ്ത്രീവേഷടക്കം കെട്ടിയിരിക്കുന്നു. കുവലയാക്ഷി കുതുകേന നിന്നെ എതിരേൽക്കുന്നേക തോന്നിടുന്നു. കുവലയാക്ഷി കുതുകേന നിന്നെ എതിരേൽക്കുന്നേക തോന്നിടുന്നു. കുവലയാക്ഷി കുതുകേന നിന്നെ എതിരേൽക്കുന്നേക തോന്നിടും. എതിരേൽക്കുന്നൽ കണ്ടാലതീ മോദ ഉണ്ടായി വരും. ഞാൻ കെട്ടണ വേഷമൊക്കെ ബാലസുബ്രഹ്മണ്യം കെട്ടുണ്ട്. വളരെ മിടുക്കനായിരുന്നു. നല്ല ചൊല്ലിയാട്ടം. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഇന്നത്തെ നമ്മുടെ കഥകളി നടന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. കലാമണ്ഡലത്തിലെ വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലും കലാമണ്ഡലം കളരിയുടെ കഥകളി കളരിയുടെ ആശാൻ എന്ന നിലയിലും വളരെ നല്ല സേവനമാണ് അദ്ദേഹം അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് വളരെ പ്രശസ്തരായ ഗുരുനാഥന്മാരുടെ കീഴിൽ ചിട്ടയോടെ അഭ്യസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. കലാമണ്ഡലം രാമൻകുട്ടി ആശാൻ, കലാമണ്ഡലം ഗോപി ആശാൻ തുടങ്ങിയ ഒന്നാം നിരയിൽ നിൽക്കുന്ന ആചാര്യന്മാരായിരുന്നു അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അവരുടെ കീഴിൽ അവരിൽ നിന്ന് ലഭിച്ച ആ ശിക്ഷണം അതുപോലെ സ്വായത്തമാക്കാനും അതിനെ രംഗവേദിയിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് വളരെ നൈപുണ്യത്തോടെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്.
സാലജോ സലജോ തവാ അതുപോലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ വളരെ കർശനമായ ചിട്ടയോടെ കളരികളെ കൊണ്ടുവരാനും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും തനിക്ക് പകർന്നു കിട്ടിയ തൻ്റെ കഴിവ് വിദ്യാർത്ഥികളിലൂടെ സൃഷ്ടിക്കാനും പുനഃസൃഷ്ടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കളരിയിലും അരങ്ങത്തും ഒരുപോലെ ശോഭിക്കാൻ കഴിയുന്ന കലാകാരന്മാർ വിരളമാണ്. നല്ല കഥകളി നടൻ നല്ല കഥകളി അധ്യാപകനാവണമെന്നില്ല. നല്ല കഥകളി അധ്യാപകൻ നല്ലൊരു നടനുമാവണമെന്നില്ല. ബാലസുബ്രഹ്മണ്യൻ ഇത് രണ്ടുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആകാരവും രൂപവും വെച്ച് നോക്കുമ്പോൾ രൗദ്രഭീമനായിട്ട് എങ്ങനെയാണ് അദ്ദേഹം വിജയിക്കുക എന്ന് ആളെ കണ്ടാൽ നമുക്കൊന്നുണ്ട്. പക്ഷെ അരങ്ങിൽ വന്നു കഴിയുമ്പോൾ ആ രൗദ്ര ഭീമൻ്റെ ഭാവം, മുഖത്തുണ്ടാകുന്ന സ്തോഭങ്ങൾ എല്ലാവരെയും ഇങ്ങനെ അമ്പരപ്പിക്കുമാറ്, സദസ്സിനെ ഇങ്ങനെ സ്തബ്ധമാക്കുമാറ് ആ ഭാവം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കലാമണ്ഡലം ഗോപിയാശാന്റെ ശൈലിയിലുള്ള പച്ചവേഷങ്ങളും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ സമ്പ്രദായത്തിലുള്ള കത്തിവേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കലാമണ്ഡലം ശൈലിയിൽ അരങ്ങത്ത് അവതരിപ്പിക്കുന്ന അത്യപൂർവം കലാകാരന്മാരിൽ അഗ്രഗണ്യനാണ് ഈ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. ഒരിക്കലും അനുകരണ സ്വഭാവമില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ആശാന്മാരായാലും മറ്റാചാര്യന്മാരായാലും അവരെ കണ്ട് അവരിൽ നല്ല കാര്യങ്ങൾ സ്വാംശീകരിച്ച് തൻ്റെതായ ഒരു ശൈലിയിലൂടെ, ഒരു പുതുമയാർന്ന ഒരു നൂതനമായ ശൈലിയിലൂടെ അത് അരങ്ങത്ത് അവതരിപ്പിച്ച് ബലിപ്പിക്കുക.